കാലം കരുതി വെക്കുന്ന ചില കാവ്യനീതികളുണ്ട് രാഷ്ട്രീയത്തിൽ. അധികാരത്തിന്റെ അഹന്തയിൽ തങ്ങളെ ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെ ചവിട്ടിമെതിക്കാൻ നോക്കുന്നവർക്ക് ജനകീയ കോടതി നൽകുന്ന തിരിച്ചടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും. ആര്യ രാജേന്ദ്രന്റെ പ്രശ്നം വേറെയാണ്. അത് കോടതിയിലൊക്കെ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് ആ ആൾ KSRTC ഹിഡൻ ഡ്രൈവറല്ല. ആ ആളിനെ ഞാൻ തിരിച്ചെടുക്കാത്തതിൻ്റെ രഹസ്യം ആര്യ രാജേന്ദ്രനല്ല. അത് ഞാൻ തുറന്നു പറയാം. കാരണം നമ്മളൊരു മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനിയെങ്കിലും മനുഷ്യനാവണം, അത്രമാത്രമേ പറയാനുള്ളൂ. മനുഷ്യനാവണം, മനുഷ്യൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം, ദുഃഖങ്ങളും ഒരു ഉപജീവന മാർഗത്തിന് ജോലിയെ കൊണ്ടുപോകുന്ന അത് സ്ഥിരം പോലുമല്ല എംപാനൽ ജോലിക്കാർ. തലസ്ഥാനത്തിന്റെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പം CPM നിന്ന് രാജിവെക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു പോസ്റ്റ് വയ്ക്കാം. ആര്യ രാജേന്ദ്രനെ ഇഷ്ടമല്ലാത്തവർ ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചുമ്മാ കണ്ടുപോകാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോണേ. അപ്പം ആര്യ രാജേന്ദ്രന് നമുക്കറിയാവുന്നതാണ്, തലസ്ഥാനത്തിൻ്റെ മുൻ മേയർ, വെറും മേയർ അല്ല, അഹങ്കാരിയായിട്ടുള്ളൊരു മേയർ. ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതം അന്നം മുട്ടിച്ച യദു എന്ന് പറയുന്ന ഒരു KSRTC ഡ്രൈവറുടെ അന്നം മുട്ടിച്ച ഒരു മേയർ. എന്തായാലും ഇപ്പം മേയറും മേയറുടെ ഭർത്താവും കൂടെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇപ്പം നമ്മൾ കണ്ടതാണ്, ശിവൻകുട്ടി വരെ ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള നമ്മളെ ശിവൻകുട്ടി മാമൻ വരെ ഇപ്പം ആര്യ രാജേന്ദ്രനെ തഴഞ്ഞാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശിവൻകുട്ടി മാമൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചെന്താണ്, 1000 വോട്ട് കിട്ടേണ്ട സ്ഥലത്ത് എനിക്ക് വെറും 5 വോട്ട് നേടിത്തന്ന വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ്റെ തല കണ്ടതോടുകൂടിയാണ് എൻ്റെ വാഹനത്തിൽ വലിഞ്ഞു പിടിച്ച് കയറിയോണ്ടാണ് നമ്മൾ കണ്ടതാണ്. ശിവൻകുട്ടി മാമന് ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആര്യ രാജേന്ദ്രൻ പോകുന്നു, കൊട്ടിക്കലാശാലത്തിലാണെന്ന് തോന്നുന്നു. ആര്യ രാജേന്ദ്രൻ പോകുന്നു, വണ്ടിയിൽ വലിഞ്ഞു പിടിച്ച് കയറുന്നു. അപ്പം വണ്ടിയിലൊക്കെ കയറിയതിൻ്റെ പേരിൽ സ്ത്രീകളെല്ലാം കൂടെ ശിവൻകുട്ടി മാമന് എതിരായിട്ട് നിന്നതൊക്കെയാണ് പറയുന്നത്. അപ്പം 1000 വോട്ട് കിട്ടേണ്ടടുത്ത് വെറും 5 വോട്ടാക്കി തന്ന ആര്യ രാജേന്ദ്രനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നമ്മളെ ശിവൻകുട്ടി മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ആര്യ രാജേന്ദ്രൻ ഒരു തീരുമാനമെടുത്തത്, ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്നൊക്കെ. ഓക്കെ, എന്തായാലും ആ ഒരു വാർത്ത ഒന്ന് കാണാം. വാർത്ത കണ്ടതിന് ശേഷം 1-2 വീഡിയോസൊക്കെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അപ്പം എന്തായാലും ആ ഒരു വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം. ആര്യ രാജേന്ദ്രനെ ശിവൻകുട്ടി മാമൻ വിമർശിച്ചു എന്നതിനുള്ളൊരു വാർത്ത. ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് V ശിവൻകുട്ടി, മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവമതിപ്പുണ്ടാക്കി. ആര്യയെ കാറിൽ കയറ്റിയപ്പോൾ സ്ത്രീകൾ പോലും എതിർത്തു. 1000 വോട്ട് ലീഡ് പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് 5 വോട്ട് മാത്രമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ശിവൻകുട്ടിയുടെ വിമർശനം. ദീപു രേവതി വിശദാംശങ്ങൾ നൽകും. ദീപു, നേരത്തെ കോർപ്പറേഷൻ തോൽവിക്ക് കാരണം മേയറാണെന്നുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്കും കാരണം ആര്യ രാജേന്ദ്രനാണെന്നുള്ള വിമർശനം ഉയർത്തുന്നു. അത് ഉയർത്തുന്നത് ശിവൻകുട്ടിയാണ്. എങ്ങനെയാണ് വിമർശനങ്ങൾ? വിശദാംശങ്ങൾ. നേമം മണ്ഡലത്തിലാണ് ശിവൻകുട്ടി മത്സരിച്ചത്. ഈ നേമം മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു നേതാവാണ് ആര്യ രാജേന്ദ്രൻ. തന്നെയുമല്ല, ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വന്നപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ഒരു പരാജയത്തിന്റെ ആഘാതം മാറിയിട്ടില്ല. അപ്പൊ ആര്യയുടെ പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ തിരിച്ചടിയായി എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തിൽ ആര്യ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വരുന്നതും അല്ലെങ്കിൽ ഈ ശിവൻകുട്ടിയുടെ കാറിൽ ആര്യയെ കയറ്റിക്കൊണ്ട് പോകുന്നതുമൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ എതിർപ്പ് പറഞ്ഞിരുന്നു. ആര്യ രാജേന്ദ്രൻ പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് കഴിഞ്ഞാൽ അത് വോട്ടുകൾ ഇല്ലാതാക്കുമെന്നുള്ള വികാരം സഹാക്കൾക്കിടയിലും സാധാരണക്കാരായ സ്ത്രീകൾക്കിടയിലും ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഈ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ആര്യ രാജേന്ദ്രനെ V ശിവൻകുട്ടി വിമർശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ആര്യ രാജേന്ദ്രനാണെന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ദീപു രേവതി, ഇങ്ങനെയൊന്നും അല്ലല്ലോ ശിവൻകുട്ടി മാമ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളത്, ഇല്ലേ? ആര്യ രാജേന്ദ്രൻ ഭയങ്കര ഇപ്പം തലസ്ഥാനം ബി ജെ പി കൈയടക്കിയതിന് ശേഷം, ഈ പറഞ്ഞിട്ടുള്ള തോൽവി ഏറ്റതിന് ശേഷം ആര്യ രാജേന്ദ്രനെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ ശിവൻകുട്ടി മാമ ഇതിനു മുമ്പ് സംസാരിച്ചത്. എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അന്ന് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വ്യക്തിയാണല്ലോ ശിവൻകുട്ടി മാമൻ. അപ്പോൾ ഇന്ന് എന്ത് പറ്റി? അപ്പം സ്വന്തം തോൽവിയിൽ ശിവൻകുട്ടി മാമന് വിഷമമുണ്ട്, അല്ലേ? അപ്പം തലസ്ഥാനം പോയാലും കുഴപ്പമില്ല, അതിൽ കുറ്റമൊന്നും പറയില്ല. പക്ഷെ എൻ്റെ തോൽവിയിൽ അത് എനിക്ക് കുറ്റം പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മുടെ ശിവൻകുട്ടി മാമൻ ഇപ്പം പ്രതികരിക്കുന്നത്. എന്തായാലും അന്ന് ശിവൻകുട്ടി മാമൻ ഈ പറഞ്ഞിട്ടുള്ള ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആ ഒരു വാർത്തയും കൂടെ ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം. അതും കൂടെ ഒന്ന് കണ്ടുപോകെ.
തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ച മന്ത്രി വി ശിവൻകുട്ടി. ആര്യയുടേത് മാതൃകാപരമായ പ്രവർത്തനം, തോൽവി ആര്യയ്ക്ക് മേൽ കെട്ടിവയ്ക്കണ്ട. ഗായത്രി ബാബുവിൻ്റേത് വ്യക്തിപരമായ പ്രസ്താവനയെന്നും വി ശിവൻകുട്ടി. അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് അവർ പരമാവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം, ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഗായത്രി ബാബുവിൻ്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനം. എന്തായാലും എല്ലാം കൊള്ളാം. എന്തായാലും നമ്മൾ ശിവൻകുട്ടി മാമൻ കിടന്ന് മെഴുകുവാണ്. അപ്പോൾ അന്ന് സപ്പോർട്ട് ചെയ്ത ശിവൻകുട്ടി മാമൻ ഇന്ന് എന്തായാലും ആര്യ രാജേന്ദ്രനെ രൂക്ഷമായിട്ട് വിമർശിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ കാരണമാണ് എനിക്ക് 1000 വോട്ട് കിട്ടേണ്ടടുത്ത് വെറും 5 വോട്ട് കിട്ടിയേക്കുന്നതെന്നാണ് ശിവൻകുട്ടി മാമൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിഷമത്തിൽ, മാമൻ പറഞ്ഞതിൻ്റെ വിഷമത്തിൽ രാജിവെക്കാനൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ. അപ്പോൾ ആ ഒരു വാർത്തയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. എന്നിട്ട് യദുവിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് പോവാം. നമുക്കറിയാം ആര്യ രാജേന്ദ്രൻ എന്ന ഈ ഒരു സ്ത്രീയുടെ ഒറ്റ ധാർഷ്ട്യം കൊണ്ട്, അഹങ്കാരം കൊണ്ടിട്ട് ഒരു പാവപ്പെട്ടവൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് ഇന്ന് എത്ര വർഷമായി? 2024 നടന്ന സംഭവമാണ്. ഇതുവരെ അയാളെ തിരിച്ചെടുക്കുകയോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ട് പോലും ഇല്ല അല്ലേ? അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. നമ്മൾ കണ്ടതാണ് അന്ന് ബസ്സിന് മുമ്പേ കൊണ്ട് കാറ് കുറുകിയിട്ട് ഡ്രൈവറെ പിടിച്ച് ഡോറ് തുറന്ന് ഡ്രൈവറുടെ നേരെ ഈ പറഞ്ഞിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ ഹസ്ബൻഡും പിന്നെ അനിയനുമാണെന്ന് തോന്നുന്നു മോശമായിട്ടുള്ള രീതിയിലൊക്കെ അസഭ്യം പറയുകയും സംസാരിക്കുകയും ബസ്സിനകത്ത് കയറിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള സച്ചിൻ ദേവ് അസഭ്യം പറയുകയും ഡ്രൈവറെ ആക്രമിക്കാൻ പോകുന്നതൊക്കെ ദൃശ്യങ്ങളൊക്കെ CCTV ക്യാമറ ആ ബസ്സിൽ CCTVയിൽ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ CCTVയിലെ മെമ്മറി കാർഡ് ഉൾപ്പെടെ തെളിവ് നശിപ്പിക്കാനും അത് മോഷ്ടിച്ചു കൊണ്ടുപോകാനൊക്കെ ഉള്ള കളികളൊക്കെ ഇതിനകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടക്ടർ, അത് ആ ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെ ചേർന്നിട്ടാണ് ആ ബസ്സിലെ CCTV ദൃശ്യത്തിന് മെമ്മറി കാർഡ് ഊരി ഇവരൊക്കെ കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ കേസ് അങ്ങ് ഈ പറഞ്ഞിട്ടുള്ള കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് പോയി. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ആ പാവപ്പെട്ട യദുവിന് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല അല്ലേ? എന്താ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇനിയെങ്കിലും നീതി കിട്ടുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം. കാരണം UDF അധികാരത്തിൽ വന്നു, എന്നാലും യദുവിന് ഇനി നീതി കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനു മുമ്പേ ഞാൻ വേറൊരു വാർത്തയും കൂടെ വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, കാലം കരുതി വെക്കുന്ന ചില കാവ്യനീതികളുണ്ട് രാഷ്ട്രീയത്തിൽ. അധികാരത്തിന്റെ അഹന്തയിൽ തങ്ങളെ ചോദ്യം ചെയ്യുന്ന സാധാരണക്കാരെ ചവിട്ടിമെതിക്കാൻ നോക്കുന്നവർക്ക് ജനകീയ കോടതി നൽകുന്ന തിരിച്ചടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ UDF തരംഗത്തിൽ CPM-നുണ്ടായ കനത്ത പരാജയത്തോടെ ഈ പവർ കപ്പിൾസിന് രാഷ്ട്രീയമായ കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച മുൻ MLA സച്ചിൻ ദേവ് കോൺഗ്രസിന്റെ VD സൂരജിനോട് വൻ മാർജിന് പരാജയപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്ത് നിന്നും ആര്യയ്ക്ക് പടിയിറങ്ങേണ്ടി വന്നു. എന്നാൽ ഇപ്പുറത്ത് മേയറുടെ ഔദ്യോഗിക വാഹനത്തിന് വഴി കൊടുത്തില്ലെന്ന പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജോലി തെറിപ്പിച്ച് KSRTC താൽക്കാലിക ഡ്രൈവർ യദുവിന് വീണ്ടും നല്ല കാലം തെളിയുകയാണ്. ഭരണകൂടത്തിന്റെ പവർ ഉപയോഗിച്ച് ഒരു സാധാരണക്കാരന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടപ്പോൾ തളരാതെ ജീവിക്കാൻ പോരാടിയ യദുവിന് മുന്നിലേക്കാണ് ഇപ്പോൾ പുതിയ UDF സർക്കാരിന്റെ കാലത്ത് നീതിയുടെ വഴി തുറക്കുന്നത്. VD സതീശൻ സർക്കാർ അധികാരമേറ്റതോടെ രാഷ്ട്രീയ പകപോക്കലിന് ഇരയായ യദുവിനെ KSRTC ഡ്രൈവർ ജോലിയിൽ അടിയന്തരമായി തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഗതാഗത വകുപ്പിൽ ആരംഭിച്ചു കഴിഞ്ഞു. മുടവൻ മുകളിലെ കനത്ത ഇരുട്ടിൽ നിന്നും യദു വീണ്ടും KSRTCയുടെ ആനവണ്ടി സ്റ്റിയറിംഗിലേക്ക് അഭിമാനത്തോടെ തിരിച്ചെത്താൻ പോവുകയാണ്. ഇനി യദു സമ്മതം മൂളിയാൽ മാത്രം മതി. മുഖ്യമന്ത്രി VD സതീശനും ഇതിനനുകൂലമാണ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും ആര്യയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. നേമമണ്ഡലത്തിൽ പരാജയപ്പെട്ട മുൻമന്ത്രി വി ശിവൻകുട്ടി ആര്യയുടെ മേയർ എന്ന നിലയിലുള്ള മോശം പ്രവർത്തനവും ജനങ്ങളോടുള്ള പെരുമാറ്റവുമാണ് പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തതെന്ന് പരസ്യമായി കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആര്യയെ കാറിൽ കയറ്റിയപ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾ പോലും എതിർത്തുവെന്നാണ് ശിവൻകുട്ടി തുറന്നടിച്ചത്. ഇതിനൊപ്പമാണ് യദുവിന് അനുകൂലമായ നീക്കങ്ങൾ UDF സർക്കാർ നടത്തുന്നത്. തിരുവനന്തപുരം ആ കാറി കയറ്റുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ പടിയിറങ്ങേണ്ടി വന്നത് വേറൊന്നും കൊണ്ടല്ല, കയ്യിലിരിപ്പ് കൊണ്ടാണ് പടിയിറങ്ങേണ്ടി വന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇവർക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇത്രയും ചെറുപ്രായത്തിൽ ഞാനൊരു മേയറായി എന്നുള്ളൊരു അഹങ്കാരം. കാരണം താഴെ ഭൂമി മേലെ ആകാശം എന്നുള്ളൊരു ചിന്ത വേണമായിരുന്നു. മണ്ണിൽ ചവിട്ടിയാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളൊരു ബോധം വേണമായിരുന്നു. ഇത്രയും ചെറുപ്രായത്തിൽ മേയറായിട്ടുള്ള, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ മേയറായിട്ടുള്ള ആദ്യത്തെ ഒരു പ്രായം കുറഞ്ഞൊരു സ്ത്രീ എന്നൊരു ഒരു തലക്കെട്ട് ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അഹങ്കാരം മൂത്ത്, അധികാരത്തിൻ്റെ അഹങ്കാരം മൂത്തിട്ട് അഹങ്കാരം
ഈ പറഞ്ഞല്ലോ ഒരു ഭയങ്കര ഒരു ഈ അധികാരം ആർഭാടമായിട്ടും അഹങ്കാരമായിട്ടും ഒരു അലങ്കാരമായിട്ടും കൊണ്ട് നടന്നുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചത്. നല്ലപോലെ ജനങ്ങളുടെ ഇടയ്ക്ക് നല്ലപോലെ പെരുമാറി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചായിരുന്നെങ്കിൽ ജനങ്ങൾ ഉറപ്പായിട്ട് പിന്തുണച്ചേനെ. ഓക്കെ, ഞാൻ ഇനി ഇവിടെ നമ്മുടെ യദുവിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ വെച്ച് തരാം. യദുവിൻ്റെ ഒരു മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പേ അന്ന് ബസ് കൊണ്ടിട്ട് കുറുകെ കൊണ്ടിട്ട് ഷോ ഓഫ് കാണിച്ചല്ലോ, ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. യദുവിനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ രംഗങ്ങളുണ്ടല്ലോ, വണ്ടിയിൽ നിന്ന് ഡോറ് പിടിച്ച് തുറന്നിട്ടൊക്കെ, ആ ഒരു സീനും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനുശേഷം യദുവിൻ്റെ ഒരു പ്രതികരണം വെച്ച് തരാം. അതിനുശേഷം ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രതികരണം ഞാൻ വെച്ച് തരാം. ഗണേഷ് കുമാർ ഒരു നഗ്ന സത്യം തുറന്നു പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത് കേട്ടോ. ഇത്രയും നാളും എനിക്കറിയത്തില്ലായിരുന്നു യദു എങ്ങനെ കുറ്റക്കാരനായി, എന്തുകൊണ്ട് യദുവിനെ സർവീസിൽ തിരിച്ചെടുക്കുന്നില്ല എന്ന് ഇത്രയും നാളും ഞാനിങ്ങനെ കാരണം ഒരിടത്തും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ഗണേഷ് കുമാർ ഇപ്പോഴെങ്കിലും ആ ഒരു സത്യം തുറന്നു പറഞ്ഞു. കാരണം യദുവിനെ എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല എന്നതിനുള്ളൊരു സത്യം ഗണേഷ് കുമാർ പറയുന്നുണ്ടേ. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി എന്തായാലും യദുവിനെ ഈ പറഞ്ഞിട്ടുള്ള UDF അധികാരത്തിൽ വന്ന് ഉറപ്പായിട്ടും യദുവിനെ ഈ ജോലിയിൽ തിരിച്ചെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും നാളും ആ പാവപ്പെട്ടവനെ ക്രൂശിച്ച് ജോലിയുമില്ലാതെ പുള്ളിക്കാരനെ എനിക്കൊന്നൊരു പൊടിച്ചിറക്കാനങ്ങാനുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കും? ജോലിയില്ലാതെ ഇത്രയും നാളും ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ജോലിക്ക് പോകാനാണെങ്കിൽ ഈ ഒരു കേസ് കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. കേസ് ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സീൻ ഒന്നും കൂടെ ഒന്ന് കാണാം. ആര്യ രാജേന്ദ്രനും യദുവും തമ്മിലുള്ളൊരു ആ ഒരു ക്ലാഷ് അന്ന് നടന്ന സംഭവം നിങ്ങളൊന്ന് കണ്ടു നോക്കിയ വിഷ്വല്. താങ്കൾക്ക് ഇപ്പം ആര്യ രാജേന്ദ്രൻ, മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനിയെങ്കിലും മനുഷ്യനാവണം, അത്രമാത്രമേ പറയാനുള്ളൂ. മനുഷ്യനാവണം, മനുഷ്യൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം, ദുഃഖങ്ങളും ഒരു ഉപജീവന മാർഗത്തിന് ജോലിയെ കൊണ്ടുപോകുന്ന, അത് സ്ഥിരം പോലുമല്ല, എംപാനൽ ജോലിക്കാരനാണ്. 715 രൂപ ശമ്പളം ഒരു ഡ്യൂട്ടിക്ക്. അങ്ങനെയുള്ളവർ മേളിൽ കുതിര കയറാൻ പോകരുത്. നമുക്കൊരു ജോലി കൊടുക്കാൻ പറ്റൂല. ഒരാളെ ജോലി നശിപ്പിച്ചപ്പോൾ മേയറിന് എന്ത് കിട്ടിയെന്നുള്ളത് ഇപ്പം മേയറിന് മനസ്സിലായി കാണും. ഒരു മേയറാണ് കാണിക്കുന്നത്, ഒരു പൊതുസ്ഥലത്ത് കാണിക്കുന്ന വേല ഉണ്ടല്ലേ, വണ്ടി കൊണ്ട് കുറുക്കെ ഇട്ടിട്ട് അതിൽ ബസ്സിനകത്ത് നിറയെ യാത്രക്കാരാണ്. അത്രയും യാത്രക്കാർക്ക് കൂടെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മാത്രമല്ല അത് ബസ്സിനകത്തുള്ള ആളുകളോട് ഇറങ്ങി വേറെ ബസ്സിനകത്തൊക്കെ പോകാൻ പറഞ്ഞെന്നൊക്കെ സച്ചിൻ ദേവ് പറഞ്ഞിട്ടുള്ളതായിട്ടൊക്കെ പറയുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ബസ് എന്താണ്, ഇവരെ തറവാടാണോ? ഈ പറഞ്ഞ പോലെ ബസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങളെ കയ്യിൽ നിന്ന് നികുതി അടച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന പൊതുവായിട്ടുള്ളൊരു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ഓടുന്നൊരു വണ്ടിയാണ് അല്ലേ. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ഇതിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച വണ്ടി പോലെയാണ് പ്രതികരിച്ചതെന്നൊക്കെയാണെന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ മോശമായിപ്പോയി. അത്ര ആളുകളെ പൊതുതരത്തിൽ നിന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം തന്നെയാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെയാണ് ഇപ്പം തിരിച്ചടി കിട്ടിയേക്കുന്നത്. രണ്ടുപേരും വീട്ടിലിരിക്കുന്ന അതിൻ്റെയൊക്കെ തിരിച്ചടിയാണ്. ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, ജനങ്ങളോട് എങ്ങനെ കാണിക്കുന്നു, അതിനൊക്കെ ഉള്ള മറുപടിയാണ് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രതികരണം വെച്ച് തരാം. അതിനുശേഷം യദുവിൻ്റെ ഒരു പ്രതികരണം അതും കൂടെ വെച്ച് തരാം. ഗണേഷ് കുമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യദു വണ്ടി ഓടിച്ചപ്പോഴത്തേക്ക് 6 മണിക്കൂർ ഗണേഷ് കുമാർ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ആരെടുത്തോ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് യദുവിന് ഇപ്പോഴും ജോലി കൊടുക്കാത്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര KSRTC ഡ്രൈവർമാർ ഇപ്പോഴും ഇത് പിന്തുടരുന്നുണ്ട്? ഈ ഓടിക്കുന്നവരെല്ലാം എല്ലാ നിയമവും അങ്ങോട്ട് പാലിച്ചുകൊണ്ടാണ് ഓടിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പം ചെക്ക് ചെയ്ത് നമ്മൾ നിരത്തിലിറങ്ങി ഓടുന്ന KSRTC ഡ്രൈവർമാരെ എല്ലാം ബസ്സുകളെല്ലാം KSRTC ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡ്രൈവർമാർ ഈ പറഞ്ഞിട്ടുള്ള നിയമലംഘനം നടത്തി വണ്ടി ഓടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സീറ്റ് ബെൽറ്റ് പോലും ഇടാൻ പറ്റാതെ. അപ്പം അതിനൊന്നും കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര പേരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട വരും? എന്തായാലും അതൊന്ന് കേട്ട് വെക്കും നിങ്ങൾ. ഗണേഷ് കുമാർ പറയുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല, പുള്ളി പറയുന്നതിനോട്. അതുകൊണ്ടാണ് യദുവിന് ജോലി കൊടുക്കാത്തതെന്ന് പറയുന്നതിനോട് അതിന് യോജിപ്പൊന്നുമില്ല. നിങ്ങൾ എന്തായാലും കേട്ട് വെക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. മിനിസ്റ്റർ തടഞ്ഞ ഡ്രൈവർ ഇപ്പോഴും KSRTCയിലാണ്. അവിടെ ഇരുന്നോട്ട്. ആര്യ രാജേന്ദ്രൻ തടഞ്ഞ ആള് പുറത്തായി. അല്ല, ഇത് സ്ഥിരം ഡ്രൈവറാണ്.
കുഴപ്പമില്ല. ആര്യ രാജേന്ദ്രൻ്റെ പ്രശ്നം വേറെയാണ്. അത് കോടതിയിലൊക്കെ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് ആ ആൾ KSRTC സ്ഥിരം ഡ്രൈവറല്ല. ആ ആളിനെ ഞാൻ തിരിച്ചെടുക്കാത്തതിൻ്റെ രഹസ്യം ആര്യ രാജേന്ദ്രനല്ല. അത് ഞാൻ തുറന്നു പറയാം. കാരണം ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ്, അവരെ ഇങ്ങനെ നിരന്തരമായി അധിക്ഷേപിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു സത്യം പറയാം. ഈ മനുഷ്യൻ ഈ സംഭവം നടന്ന ദിവസം ഈ ഡ്രൈവർ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഏതാണ്ട് 6 മണിക്കൂറിലധികം ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് ആരോടോ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോൾ ഡീറ്റെയിൽസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ KSRTC CMDക്ക് നൽകി നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഇത്രയും 10-40 യാത്രക്കാർ വണ്ടിക്കകത്തും ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ റോഡിൽ നടന്നു പോകുമ്പോൾ ഒരാൾ 6 മണിക്കൂർ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്നത് ഒരു നല്ല പ്രക്രിയ അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കാത്തത്. അല്ല, ആര്യ രാജേന്ദ്രൻ എന്നെ വിളിച്ചിട്ടുമില്ല. ഒരാളും തന്നെ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ഈവൻ മുഖ്യമന്ത്രി പോലും ആ വിഷയത്തെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിട്ടേ ഒരു മന്ത്രിമാരും എന്നോട് സംസാരിച്ചിട്ടില്ല. ആര്യ രാജേന്ദ്രൻ എന്നെ കണ്ടിട്ടില്ല. ഞാൻ നടപടിയെടുത്തത് ഞാനല്ല, CMDയാണ് നടപടിയെടുത്തത്. അത് കമ്മീഷണറുടെ, സിറ്റി പോലീസ് കമ്മീഷണറുടെ ഈ കോൾ ഡീറ്റെയിൽസും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം അദ്ദേഹം കൊടുത്തു. ഇത്തരത്തിൽ അപകടകരമായി നിയമവിരുദ്ധമായി വണ്ടി ഓടിക്കുകയാണ് ഇയാൾ. ആര്യ രാജേന്ദ്രൻ്റെ വിഷയവും അയാളെ മാറ്റി നിർത്തിയതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ ആ സത്യം ഞാൻ തുറന്നു പറയുന്നത്. ഗണേഷ് കുമാർ പറയുന്ന 6 മണിക്കൂർ, എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചെന്തെന്ന് പറയും, ഈ 6 മണിക്കൂർ ചാർജ് നിൽക്കുന്ന ഫോൺ ഏതാടേ? ആ ഒരു ഫോണും 6 മണിക്കൂർ ചാർജ് നിൽക്കുന്ന ഫോണൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന ഈ പറഞ്ഞ ദൂരോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കതൊക്കെ ഉപകാരപ്പെടുന്നൊരു ഫോണായിരിക്കും. 6 മണിക്കൂർ എന്നാൽ ഏത് കമ്പനിയുടെ ഫോണായിരിക്കും 6 മണിക്കൂർ ഇങ്ങനെ ചാർജ് ചെയ്യുന്നത്? സമ്മതിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ എന്നാലും 6 മണിക്കൂർ കണ്ടിന്യൂ ചാർജ് ചെയ്യുന്ന, നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂ ചാർജ് ചെയ്യുന്ന ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ KSRTC ബസ്സിനകത്ത് ഈ പറഞ്ഞുള്ള ചാർജിങ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അതിനകത്തുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. അത് വേറെ കാര്യം. അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഗണേഷ് കുമാർ പറയുന്നുണ്ടല്ലോ, ഈ KSRTC ഡ്രൈവർമാരെല്ലാം അങ്ങോട്ട് നിയമം കറക്റ്റായിട്ട് അങ്ങോട്ട് പാലിച്ചുകൊണ്ടാണോ വണ്ടി ഓടിക്കുന്നത്? എത്ര KSRTC ഡ്രൈവർമാർ അനാസ്ഥ മൂലം എത്ര ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും വണ്ടി ഓടിക്കുന്നല്ലോ, അവരൊന്നും മാറിയിരിക്കുന്നില്ലല്ലോ, അവരെയൊന്നും പുറത്താക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും അവരൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടല്ലോ. എത്ര അപകടങ്ങൾ വരുത്തി വെച്ച ഡ്രൈവർമാരുണ്ട്.